എല്ലാവർക്കും ബോളിവുഡിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിലായത്ത് ബുദ്ധ, ബാൾട്ടി, ആശകളായിരം എന്നിങ്ങനെയുള്ള മൂവികളുടെ അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ലഭിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, സുകുമാരൻ, ഷമ്മി തിലകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വിലായത്ത് ബുദ്ധ. പ്രിയമത കൃഷ്ണൻ, അനുമോഹൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. 2025 നവംബർ 21 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് വിഷുവിനോടനുബന്ധിച്ചായിരിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അക്ഷയ് ഉദയകുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ജോണി ആന്റണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നാദിഷ് സംവിധാനം ചെയ്തൊരു കോമഡി ത്രില്ലർ മൂവിയാണ് മാജിക് മഷ്റൂംസ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. 2026 ജനുവരി 23 റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ 2. രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യദർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ 2. ഇതിൽ രൺവീർ സിംഗിനെ കൂടാതെ സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, അക്ഷയ് ഖന്ന എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. മികച്ച കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ആഗോളതലത്തിൽ ഏകദേശം 1500 കോടി രൂപയിലധികം കളക്ഷൻ നേടിയെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 150 കോടി രൂപയ്ക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മെയ് മാസം 14 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. ജോൺ പാറ്റൻ ഫോർഡ് സംവിധാനം ചെയ്തൊരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ചിത്രമാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. 2026 ഫെബ്രുവരി 20 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ്, ആപ്പിൾ TV എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ റെന്റ് ഓർ ബേയിങ് ഓപ്ഷനിൽ ലഭ്യമാണ്. അതോടൊപ്പം HBO Maxിലൂടെ ജൂൺ മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മലയാളം മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാല നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് കനാത്ത കനോം. യോഗി ബാബുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുരേഷ് സംഗയ്യ സംവിധാനം ചെയ്തൊരു ആക്ഷേപഹാസ്യ ചിത്രമാണ് കനാത്ത കനോം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഏപ്രിൽ മാസം പകുതിയോടെ അല്ലെങ്കിൽ ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തതൊരു മലയാളം മൂവിയാണ് ബാൾട്ടി. ഷെയ്ം നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. തിയേറ്ററിൽ വിജയിച്ച ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ഏപ്രിൽ മാസം പകുതിക്ക്, അതായത് വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഓ റോമിയോ. വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത് 2026 ഫെബ്രുവരി 13 റിലീസ് ചെയ്ത ഈ മൂവിയിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദിമ്രി, അവിനാഷ് തിവാരി, നാനാ പട്ടേക്കർ തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഓ റോമിയോയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ 2 ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവി എല്ലാ പ്രൈം വീഡിയോസ് സബ്സ്ക്രൈബേഴ്സിനും ഏപ്രിൽ 10 മുതൽ ഈ മൂവി ലഭ്യമാകും. അടുത്ത മലയാളം മൂവി ആശാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ആശാൻ. ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി, ടോബി തിലകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ. അത് പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മലയാളം മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സും സൺനെക്സ്റ്റുമാണ് സ്വന്തമായിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് മലയാളത്തിലും തമിഴിലും റിലീസ് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ആണ് കാക്കി സർക്കസ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ് കാക്കി സർക്കസ്. ഇതിൽ രാജേഷ് മാധവൻ, മുനിഷ്കാന്ത് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ എത്തുന്നത്. ഇവർ കൂടാതെ ഗൗതമി നായർ, സുഭാഷ് സെൽവം തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അമീർ ബാരിഫ് സംവിധാനം ചെയ്ത ഈ സീരീസിന്റെ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു പട്ടണത്തിലാണ്. ഒരു കുറ്റകൃത്യത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. C5 ഏപ്രിൽ 10 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാളം മൂവിയാണ് ദ കേരള സ്റ്റോറി 2.
ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ദ കേരള സ്റ്റോറി 2. ഉൽക്ക ഗുപ്ത, അതിഥി ഭാട്ടിയ, ഐശ്വര്യ ഓച്ച എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. കാമാഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത മൂവിയാണ് ദ കേരള സ്റ്റോറി 2. കേരളത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മതപരിവർത്തനവും പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന വഞ്ചനയുമാണ് ഈ സിനിമയുടെ പ്രമേയം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വൈൽഡ് കാറ്റ്. കേറ്റ് ബെക്കിൻസേൽ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് വൈൽഡ് കേറ്റ്. 2025 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ലയൺസ് ഗേറ്റ് പ്ലേ ആണ്. ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മറ്റൊരു മലയാളം മൂവിയാണ് കണിമംഗലം കോവിലകം. പ്രശസ്തമായ ഒരു വെബ് സീരീസിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജേഷ് മോഹന്റെ സംവിധാനത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ അജ്മൽ ഖാൻ, അഭിജിത്ത്, മുഹമ്മദ് റാഫി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ഒരു ഹോസ്റ്റലിനും കോളേജിനും ഇടയിലുള്ള പഴയ ശ്മശാനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സിനിമ. ഒരു ഹൊറർ കോമഡി സിനിമയാണ് കണിമംഗലം കോവിലകം. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് യൂത്ത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് യൂത്ത്. കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച മൂവിയാണ് യൂത്ത്. നടൻ കരുണാസിന്റെ മകനാണ് കെൻ കരുണാസ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. കൂടാതെ മീനാക്ഷി ദിനേശ്, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ ഇതിൽ നായകന്മാരായി എത്തുന്നു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും മികച്ച പ്രതികരണം ലഭിച്ച ഈ മൂവി ദുൽഖർ സൽമാന്റെ വേഫ്ലർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. ഏകദേശം 50 കോടിയോളം കളക്ഷൻ നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.